ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു കോളേജിലെ ഫെയർവെൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 31 ഫ്രെയിം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പറാണ് കേട്ടോ ഇത്. A3 ഫോട്ടോ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈ ഒരു ബ്രാൻഡ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ഓഫ്ലൈൻ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. 230 GSM ആണ് കേട്ടോ ഈ പേപ്പറിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്ററിൽ പേപ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഈ പ്രിൻ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണണേ. പിന്നെ മിനി ഫ്രെയിംസ് ഒക്കെ കറക്റ്റ് സൈസിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പാണ് കേട്ടോ പ്രിൻ്റ് സൈസ്. ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ പല ടൈപ്പ് പേപ്പറിൻ്റെ സൈസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് A3 ആണ്. കാരണം എൻ്റെ പ്രിൻ്റർ A3 പ്രിൻ്ററാണ്. അപ്പോൾ A3 ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യണത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പേപ്പർ ഓറിയൻറ്റേഷൻ നമുക്ക് ഏതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ലാൻഡ്സ്കേപ്പിലോ പോർട്രേറ്റിലോ ഏതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ സെൻറ്റിമീറ്ററിലോ മില്ലിമീറ്ററിൽ ഏതിൽ വേണമെങ്കിലും മെഷർമെൻറ്റ് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലാണ് എപ്പോഴും മെഷർമെൻറ്റ് എടുക്കൽ. ഇതിൽ ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസിയാണ്. താഴെയുള്ള പ്ലസ് ബട്ടണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലുള്ള ഫോട്ടോ, ഇതിന് നെറ്റ്വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗാലറിയിലുള്ള ഫോട്ടോ നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. രണ്ട് സൈഡും ഒരേപോലെ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പേപ്പറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഞാൻ മിനി ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ 3.95 സെൻറ്റിമീറ്ററിലാണ് എടുക്കൽ. അപ്പോൾ എനിക്ക് എല്ലാ ഫോട്ടോയും ഒരേ ഡിസൈൻ തന്നെ ആയിരുന്നു പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എല്ലാതും ഒരേപോലെ ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം എക്സ്പോർട്ട് ഇൻ JPG എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്തും കൊടുത്തു. ഫോൺ വഴിയാണ് കേട്ടോ ഞാനെല്ലാം പ്രിൻ്റ് ചെയ്യൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് എപ്സൺ സ്മാർട്ട് പാനൽ. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെച്ച ഫോട്ടോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആ പ്രിൻ്ററിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് കേട്ടോ ഫോട്ടോ പ്രിൻ്റ് എടുക്കാനുള്ളത്. ഇനി പ്രിൻ്ററൊക്കെ ഓൺ ചെയ്തിട്ട് പേപ്പേഴ്സൊക്കെ വെച്ച് പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 ഷീറ്റിലായിട്ടായിരുന്നു ഞാൻ പ്രിൻ്റ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ പ്രിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഫോട്ടോ പേപ്പറിലാണ് കേട്ടോ ഞാൻ പ്രിൻ്റ് ചെയ്തത്. കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യൽ കട്ടിങ് മെഷീനാണ്. അപ്പോൾ ആദ്യം ഒന്ന് കത്രികയിട്ട് ഞാൻ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. കാരണം എൻ്റെ അടുത്തുള്ള കട്ടിങ് മെഷീൻ A4 ആണ്, ഷീറ്റിൻ്റെ സൈസ് A3. അപ്പോൾ പിന്നെ കത്രിക ഒരു ഭാഗം കത്രിക യൂസ് ചെയ്തു, മറ്റേ ഭാഗങ്ങളിലൊക്കെ കട്ടിങ് മെഷീനും യൂസ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഒരു ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി 30 ഫ്രെയിം ഒന്ന് ചെയ്തെടുത്തു. പിന്നെ ഫ്രെയിംസ് എല്ലാം വൈറ്റ് തന്നെ വേണമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനി ഫ്രെയിംസിനൊക്കെ ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ നമ്പർ സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. മിനി ഫ്രെയിമിന് റേറ്റ് വരുന്നത് 75 റുപ്പീസാണ്. 3 കളേഴ്സിലായിട്ടാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, വുഡന്. ഈ 75 റുപ്പീസിൽ നമ്മൾ ഫോട്ടോ അടക്കം സെറ്റ് ചെയ്തിട്ട് തരും കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്ലിങ് ഫിലിം വെച്ചിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സെല്ലോ ടാപ്പും കൂടി ഒന്ന് കവർ ചെയ്തു. പാക്കിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലായിട്ടാണ് ഞാനിത് കൊറിയർ അയക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പാറ്റേൺ പേപ്പർ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. ഫ്രെയിംസ് ഒക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തു. ഇത് ഗ്ലാസ് ഫ്രെയിം അല്ലാത്തതുകൊണ്ട് എന്തായാലും പൊട്ടൂല. എന്നാലും ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് വരുന്ന പോർഷൻസിലൊക്കെ കാർഡ്ബോർഡിൻ്റെ പീസ് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുത്തു. സെല്ലോ ടാപ്പ് വെച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് റാപ്പ് ചെയ്തു. പാറ്റേൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ബോക്സ് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.